പാട് 13 സുഭദ്രകുമാരി ചൗഹാൻ. ലേഖപരിചയ് 26 മാർച്ച് 1907 മുതൽ സിतंबर 1987 हिंदी भाषा की कवियत्री हैं, कवियत्रियाണെന്ന് അറിയപ്പെടുന്നു. वह हिंदी साहित्य में छायावाद युग के 4 प्रमुख स्तंभों में एक मानी जाती है. हिंदी छायावाद കവികളിലെ 4 സ്തംഭങ്ങളിൽ ഒന്നാണ് സുഭദ്രകുമാരി ചൗഹാൻ എന്നറിയപ്പെടുന്നു. आधुनिक हिंदी सबसे सशक्त कवियत्रियों से एक होने के कारण उन्हें आधुनिक मीरा महादेवी वर्മ്മയെ ആധുനിക മീര എന്നും അറിയപ്പെടുന്നുണ്ട്. कवि निराला में उन्हें हिंदी की विशाल मंदिर सरस्वती भी कहा जाता है. നിരാല ഈ കവിയെ വിശാൽ മന്ദിർ സരസ്വതി എന്നും പറയുന്നുണ്ട്. गद्य का सारांश. इस गद्यांश में लेखिका और സുഭദ്രകുമാരി ചൗഹാൻ के സ്നേഹ സംബന്ധ का वर्णन किया गया. ഈ ഗദ്യാംശത്തിൽ ലേഖിക സുഭദ്രകുമാരിയുടെ സ്നേഹത്തെയും ബന്ധത്തെയും കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. ഹമേ ജീവനിക്ക് അനേക ലോക മിൽത്തെ ഹൈ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജനങ്ങളെ നമുക്ക് കാണാനും ലഭിക്കുകയും ചെയ്യുന്നു. उन्हें से किसी एक व्यक्ति उनका जीवन संघर्ष स्नेह संबंध हमें बहुत प्रभावित और आकर्षित करते हैं. എന്നാൽ കിസിക വ്യക്തിത്വ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു സംഘർഷം സ്നേഹം ബന്ധം പ്രഭാവിत നമ്മുടെ ജീവിതത്തിൽ പ്രഭാവം കൊള്ളും. ഒരു ആകർഷികർത്ത് നമ്മളത് ആകർഷിക്കുകയും ചെയ്യും. വേ ഹമേ ഹമേഷ കേലെ യാദ് രഹ ജാത്തെ. അതുപോലെ തന്നെയാണ് ഞാൻ തീർച്ചയായും എപ്പോഴും ഓർമ്മിക്കുന്നു. മഹാദേവി വർമ്മ और സുഭദ്രകുമാരി ചൗഹാൻ का ആത്മീയ संबंध इसी श्रेणी का है. മഹാദേവി വർമ്മയും സുഭദ്രകുമാരി ചൗഹാൻ തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് ഈ ശ്രേണിയിൽ കാണിക്കുന്നത്. അംശം നോക്കാം. വ്യാഖ്യ. हमारा समाज आर्थिक रूप से उपयोगी और सफल व्यक्ति को जीवन का एकमात्र आदर्श मानकर चलते हैं. നമ്മുടെ സമൂഹം ആർത്തിക ധനപരമായ കാര്യത്തിൽ ഉപയോഗി ഓർ സഫൽ വ്യക്തിക്കോ ഉപയോഗിയും അതുപോലെ തന്നെ സഫലമാക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏകമാത്ര ആദർശം മാൻകർ ചലത്തെ ഹെ. ഒരു ആദർശം കൊണ്ടു നടക്കുകയാണ്. അർത്ഥാ വ വിഷയ് അച്ഛാ ഹെ ജോ റോസ്ഗാർ ദിലേ. അവരെന്താണ് നമുക്ക് മാതൃകയാണ്, അവർ നമുക്ക് നല്ലതാണ്. ജീവൻകോ ആർത്തിക രൂപസെ സഫൽ ബനായെ. നമ്മൾ ആർത്തികമായ രൂപത്തിൽ സഫലീകരിക്കുന്നതിന് വേണ്ടി. ഉസ്തിമേ വിദ്യാർത്ഥി ഓർ മാതാപിതാ അപ്നെ കർത്തവ്യക്ക് സാർത്ഥകത മാനത്തെ ഹെ. ഇതിൽ ആരൊക്കെയാണ് വിദ്യാർത്ഥികൾ, മാതാവ്, പിതാവ്, അതിൽ അവർ സ്വാർത്ഥകത കാണിക്കും. इस चलने के अनेक बार विद्यार्थी की प्रतिभा को अनदेखा कर दिया जाता है. അതിൽ നമുക്ക് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ പ്രതിഭ ഇതിന് ഉദാഹരണമാണ്, കാണാനായിട്ട് സാധിക്കുന്നതാണ്. മഹാദേവിനെ സ്പഷ്ട ലിഖാഹയ്ക്ക് മഹാദേവി സ്പഷ്ടമായി എഴുതുകയാണ്. ഉസ്മയ് ഗണിത ജേസെ വിഷയമേ മൻ ലഗാനയ്ക്ക് അപേക്ഷ. കൂടുതൽ ആൾക്കാർ ഗണിതത്തിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിന് പകരം കിത്തനെ മൂർഖതാപൂർണ്ണ കാം ജാത്തെ ഹെ. ലിഖ്നേക്ക് മൂർഖത വെച്ചാൽ എന്താ, എഴുതുന്നതിലാണ് കൂടുതൽ ആൾക്കാർ മൂർഖത കാണിക്കുന്നത്. ഈ ശബ്ദ ചിത്രക്കോ ജീവാന്ത് പ്രദാൻ കർത്തി. ശബ്ദ ചിത്രത്തെ നമ്മളെ ജീവനുള്ളതാക്കി പ്രദാനം ചെയ്യുന്നു. പ്രസ്തുത സംസ്മരണാത്മക രേഖാചിത്രമേ ഈ സംസ്മരണാത്മക രേഖാചിത്രമാണ്. ഈസി ശൈലി കാ അനുസരൺ കിയാ ഗയ. പ്രകാരമുള്ള ജീവിതശൈലിയാണ് അനുസരിച്ചിട്ടുള്ളത്. ലേഖികാനെ സുഭദ്രകുമാരി को അസാധാരണ നിശ്ചയ വാല വ്യക്തിത്വ ബത്താത്തെ ഹുയെ. ലേഖിക സുഭദ്രകുമാരിയെ അസാധാരണമായ വ്യക്തിത്വമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. रूप और आंतरिक गुणों का वर्णन करते लिखा है. गोल मुख, चौड़ा माथा, सरल कुटिया, बड़ी और भावस्थान आंखों, छोटी सुडल नासिका, हंसी को कर गांडे हुए ओंठ और डूबता सूजक ढूंढी, सब कुल मिलाकर एक अत्यंत निर्जल कोमल व्यक्तित्व वाली भारतीय नारी का ही पता देते हैं. വൃത്താകൃതിയിലുള്ള മുഖം, ചൗട്ടാമ, ചെറിയ നെറ്റി, ചെറിയ പുരികം, വിശാലമായിട്ടുള്ള കണ്ണുകൾ, ചിരിക്കുന്ന ചുണ്ടുകൾ, ഇതൊക്കെ ഉറച്ച താടി, ഇതെല്ലാം ശാലന കോമളമായ മതിയായ വ്യക്തിത്വമുള്ളൊരു ഭാരതീയ സ്ത്രീയുടേതാണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. अंशुदो का दृढ़ इच्छाशक्ति से സുഭദ്രകുമാരി ചൗഹാൻ के व्यक्तित्व के अनेक गुणों का वर्णन किया है. മഹാദേവി വർമ്മ സുഭദ്രകുമാരിയെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നതാണ് ഇത് കേട്ടോ. സുഭദ്രകുമാരിയുടെ വ്യക്തിത്വ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ബച്ചപ്പൻ സഹി ദൃഢ ഇച്ഛാശക്തി വാലി ഹെ. ചെറുപ്പകാലം തൊട്ടിട്ട് തന്നെ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയാണ്. अपने लक्ष्य पद पर निश्चय के साथ आगे बढ़ना और हंसते हंसते सब कुछ सहना उनके स्वभाव का
പ്രമുഖ ഗുण था। അവരുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് വേണ്ടി നിശ്ചയ്ക്ക് സാത്ത് നിശ്ചയത്തോടു കൂടി പഠിക്കുകയും ഹസ്തെ ചിരിച്ചുകൊണ്ട് എല്ലാവരും സഹിക്കുകയും അതൊക്കെ ആ സ്ത്രീയുടെ സ്വഭാവ സവിശേഷതയാണ്. ഇസ്കാ ഉദാഹരണം കി ബച്ചപ്പൻ കി കഹാനി സെ മിൽത്തെ ഹൈ. ഈ ഉദാഹരണം അതിൻ്റെ കുട്ടിക്കാലത്തുള്ള കവിതയിൽ നിന്നും കഹാനിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ ഭാവന. സുഭദ്രകുമാരിനെ अपने വ്യക്തിഗത ആകാംക്ഷവും മഹത്വ ദിയെ. വ്യക്തിഗത ആകാംക്ഷകൾക്ക് കുറച്ച് മഹത്വം കൊടുക്കുകയും നവവധുവിൻ്റെ രൂപമേ നവവധുവിൻ്റെ പോലെ പതി കി ബാന്ധി സ്വതന്ത്രത ആന്തോളനമേ ശാമിൽ ഹോ ഗയി. നവവധുവിൻ്റെ പോലെ സ്വതന്ത്ര ആന്തോളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അനേക ബാർ ജയിലിൽ ഭീ ഗയി. ഒരുപാട് വട്ടം ജയിലകപ്പെട്ടിട്ടുണ്ട്. ഉन्होंने घर की सुरक्षित सीमा की बचाई अधिक मुश्किल और कठिन मार्ग अपनाया. അത് കവയിത്രി സുരക്ഷിതമായിട്ടുള്ള വഴികൾ നിശ്ചയിക്കുകയും അധികം മുഷ്കിൽ ഓർ കഠിൻ മാർഗ് അപ്നായ അധികം കഠിനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്തു. अपना लक्ष्य पर विकास और दृढ़ निश्चय कारण छोटे बच्चों के साथ जेल के अंदर होने पर भी उनका मन സംയത और ധൈര്യവാൻ ബനാ രഹ. ചലന്ത ലക്ഷ്യത്തും അദ്ദേഹത്തിൻ്റെ ദൃഢമായ നിശ്ചയം കാരണം ചോട്ടെ ബച്ചോം കെ സാത്ത് ചെറിയ കുട്ടിയുടെ കൂടെ ജയിലിലെ അകത്ത് ഉൻകാ മൻ സംയം ആ കുട്ടിയുടെ കൂടെ ജയിലകപ്പെടുകയും ഉൻകാ മൻ സംയം മനക്ക് സമീപനം പാലിക്കുകയും ഒരു ധൈര്യവാൻ ബനാ രഹ ധൈര്യത്തിലിരിക്കുകയും ചെയ്തു. कवित्व से कठिन परिस्थितियों भी उनका मन न हारा, ना ही उसका अनुकूल बनाने के लिए उन्होंने कोई समझौता किया. അഞ്ചാം അവൾ മടങ്ങാൻ തയ്യാറായില്ല. അവളുടെ ദൃഢമായ നിശ്ചയവും ലക്ഷ്യത്തുമായുള്ള നിശ്ചയദാർഢ്യം മൂലം അവൾക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. सरल और सहज जीवन. सुभद्रकुमारी मन में अपनी आर्थिक स्थिति के लेकर कोई दुख और हीन भावना नहीं थी. സുഭദ്രകുമാരിയുടെ മനസ്സിലും ആർത്തികമായിട്ടുള്ള സ്ഥിതിയിലും പോകുമ്പോൾ ദുഃഖഹീൻ ഭാവന നെഹി ദുഃഖഹീന ഭാവനയൊന്നും ഉണ്ടായിരുന്നില്ല. ഉन्होंने जो मिला वह उसने संतुष्ट എന്താണോ ലഭിക്കുന്നത് അതിൽ സന്തുഷ്ടമായി. ഉനക്കെ അഭാവവും और कष्ट में वह मुस्कुराती हुई. അഭാവത്തിലും കഷ്ടതയിലും ചിരിക്കുകയും പാരിവാരിക और राष्ट्रीय जिम्मेदारियों को निभाती रही. കുടുംബപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്തു. जीवन के प्रति आस्थावान. जीवन के प्रति ममता भरा विकास ही उनके जीवन और रचनाओं का प्राण है, जिसे वे अपनी रचनाओं में जीवन और बार बार पाने का प्रयास करती हैं. പറയാണ് ജീവൻ കെ പ്രതി ജീവിതത്തിനോട് മമതയും ഉനക്കെ ജീവൻ ഓർ രചനാവും കാ പ്രാൺ ഹെ. ജീവിതത്തിൻ്റെ പോലെ തന്നെ രചനകളും പ്രാണനാണ്, ജീവനാണ്. ജിസേ വ അപ്നി രചനാവുമേ കവിയത്രിയുടെ രചനകളിൽ ജീവന്മേ ബാർ ബാർ പാനെ കാ പ്രയാസ് കർത്തി. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രയാസം കൊള്ളുന്നുണ്ട് എന്ന് കാണിക്കുന്നു. പേജ് നമ്പർ 116 നോക്കാം. अंश 3. इस अंश में मुख्य रूप से उनका व्यक्तित्व के 3 पक्ष उल्लेखनीय. ഈ അംശത്തിൽ വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിത്വ രൂപമാണ് കാണിക്കുന്നത്. उदार चेतना वाली സുഭദ്രകുമാരി ചൗഹാൻ സ്തംഭ ചേതനക്ക് യുക്തി. സ്തംഭ ചേതനയുടെ വ്യക്തിത്വ മനുഷ്യൻ്റെ ആത്മാവ് സ്വതന്ത്രമാണ് എന്നൊക്കെ പറയുന്നതാണ് ഒരു ചേതനയിൽ യുക്തമാണ്. ഉन्होंने कहा മനുഷ്യ की ആത്മാ സ്വതന്ത്ര ഹെ. അദ്ദേഹം കവിയത്രി പറയുന്ന മനുഷ്യൻ്റെ ആത്മാവ് സ്വതന്ത്രമാണ്. फिर चाहे स्त्री शरीर के अंदर निवास करती हो, चाहे पुरुष शरीर के अंदर. अर्थात സ്ത്രീ പറയുകയാണ് സ്ത്രീ ശരീരക്ക് അന്തർ പുരുഷൻ സ്ത്രീയുടെ അന്തരം നിവസിക്കുന്നു, അതുപോലെ തന്നെ പുരുഷ ശരീരത്തിൽ സ്ത്രീയും. പുരുഷയ്ക്ക് ബച്ചായ ഉन्होंने മനുഷ്യ और उसकी स्वतंत्रता को अपनी रचनाओं के केंद्रीय विषय बना. പുരുഷയ്ക്ക് ബച്ചായ उन्होंने മനുഷ്യ और उसकी स्वतंत्रता को മനുഷ്യൻ അവൻ്റെ സ്വതന്ത്രയും തമ്മിലുള്ള ബന്ധത്തെ സ്ത്രീയുടെ കേന്ദ്രീയ വിഷയമായിട്ട് കാണുന്നുണ്ട്, വിഷയമായിട്ട് രചിച്ചിട്ടുണ്ട്. ബന്ധൻ ഉन्होंने असंतोष और क्रांति का कारण माना है. ബന്ധൻ എന്ന് പറയുന്നത് അസന്തോഷവും ഒരു ക്രാന്തിയുടെ കാരണമാണെന്ന് പറയുന്നു. फिर चाहे वे कितने अच्छे उद्देश्य से क्यों ना तय किया हो. പറയുന്നുണ്ട് കുടുംബത്തിലും മകളുടെ सुभद्रकुमारी की कथनी और करने में विशेष अंतर नहीं है.
ചെയ്യുന്ന പ്രവൃത്തിയിലും പറയുന്നതിലും അന്തരമില്ല. उनका विद्रोह സാമാജിക രാജനീതിക ഗതിവിധിയും ചെയ്യുന്നതിനില്ല. അദ്ദേഹത്തെ അവരുടെ വിദ്രോഹം സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള ഇതിൽ മാത്രമായിരുന്നില്ല, ബൽക്കി പാരിവാരിക ജീവനിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടായിരുന്നു, പാലനം ചെയ്തിരുന്നു. പുത്രിക വിവാഹയ്ക്ക് അവസരം പരിവാർക്ക് വിരുദ്ധ ജാതി, കുടുംബത്തെ വിരുദ്ധമാക്കിക്കൊണ്ട് अपनी ജാതി से अलग स्वीकार किया, അവരുടെ ജാതിയിലല്ലാതെ വേറൊരു ജാതിയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. ഇത് കന്യാദാനക്ക് പ്രഥയ്ക്ക് വിരുദ്ധ, കന്യാദാൻ എന്ന പ്രഥയെ വിരോധനം ചെയ്യുകയും आदर किया। मनुष्य के दान अधिकारी कैसे हो सकते हैं, മനുഷ്യ के दान के अधिकारी कैसे हो सकते हैं, ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ്റെ അധികാരം എങ്ങനെയായി പോകും. मनुष्य के पक्ष में सुंदर कुमारी न सिर्फ ऐसा करते हैं अपितु उसका अपने जीवन में अनुसरण भी करते हैं. മനുഷ്യതാക്കി പക്ഷമേ മനുഷ്യത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സുന്ദരകുമാരി നാ സിർഫ് ऐसा करते हैं ഇങ്ങനെയൊന്നും പറയില്ല, അപിതു उसका अपने जीवन में अनुसरण भी करते हैं. മനുഷ്യത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൂടെ അദ്ദേഹം കവയിത്രി കാണിച്ചിരുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാധീനതാക്കി പ്രതി നവീൻ ദൃഷ്ടി ഉन्होंने खुली आंखों से देश की स्वतंत्रता की सपने देखते, കണ്ണുകൾ തുറന്നുകൊണ്ട് ദേശത്തിൻ്റെ സ്വതന്ത്രത സ്വപ്നം കണ്ടിരുന്നു. उसके लिए संघर्ष किया, അതിനു വേണ്ടി സംഘർഷം ചെയ്തു. उनके लिए देश की स्वतंत्रता का अर्थ केवल अंग्रेजों से गुलामी से मुक्ति नहीं थी, സ്വതന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അംഗ്രേസികളിൽ നിന്ന് കിട്ടുന്ന അടിമത്തത്തിൽ നിന്നും കിട്ടിയ മുക്തി മാത്രമല്ല, अपितु देश के अंदर प्रचलित अनेक बुराइयों से जातिवाद ऊंच नीच का भेदभाव धार्मिक वैमनस्य इत्यादि से मुक्ति थी. എന്തൊക്കെ ഏതാണ് ദേശിക്ക് അന്തർ പ്രചരിത, ദേശത്തിൻ്റെ അന്തരം പ്രചരിപ്പിച്ച അനേകമായിട്ടുള്ള ബുരായികൾ, തെറ്റുകൾ, ജാതി ഊഞ്ച് നീച്ച ഭാവങ്ങൾ, ഉയർന്നവും താഴ്ന്നവുമായിട്ടുള്ള ഭേദഭാവം, ധാർമ്മികമായിട്ടുള്ള വൈമനസ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ കവിക്ക് എന്താണ് അടിമത്തമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കവി സഹി മായനോ അവിടെ വരെ മതിയിട്ട് പഹലി ബാത് യഹി ദിഖാത്തെ ഹേ കി യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുകാരാണ് 118 പേജ് നമ്പറിൽ പറയുന്നത്. महादेव वर्मा और सुंदर कुमारी की संबंध किस कोड़ी में रखा जा सकते हैं, रागात्मक मित्र भाव का संबंध. महादेवी कविता लिखने के बाद क्यों नहीं स्वीकार करना चाहती है, എന്താശയമാണ് അംഗീകരിക്കാൻ ആഗ്രഹിക്കാതെ, എന്താണ് ഗലത്ത് ഓർ ഗൗരവ് സൂരി ബാത് മാനി ജാത്തി ഹെ, അടിമത്തത്തെയും തെറ്റായ കാര്യങ്ങളൊന്നും സ്വീകരിക്കില്ല. മൂന്നാം ദിവസം ലേഖിനാനെ നാരിക്ക് വീർഭാവ് ഉദാത്ത് ഇസ്ലിയെ മാനാഹെ ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വഹ് മമത സജൽ കല്യാണി വീർഭാവ് ഹെ. और दोस्तों सुभद्र कुमारी घर और कारागर के बीच संतुलन स्थापित करने में कैसे सफल हुई, വീടിലും ജയിലും തമ്മിലുള്ള തുല്യം നിലനിർത്തുന്നതിന് സുഭദ്രകുമാരി വിജയിച്ചത് എങ്ങനെയാണ്, മാനസിക ധൈര്യ और दृढ़ निश्चय के द्वारा. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ सुभद्रकुमारी ने अपने घर की छोटी सी सीमा में क्या क्या संग्रहित किया था, സുഭദ്രകുമാരി തൻ്റെ വീടിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എന്താണ് സൂക്ഷിച്ചിരുന്നത്, ഖായ് ബച്ചടി. ആറാമത്തെ ക്വസ്റ്റ്യൻ सुभद्रकुमारी चौहान के जीवन में पत्नी के कौन सा स्वरूप को उभारा गया है, സുഭദ്രകുമാരിയുടെ ജീവിതത്തിൽ ഭാര്യയ്ക്കുള്ള സ്ഥാനം താഴെ പറയുന്നവർ ഏതാണ്, സഹയോഗി മിത്രയ്ക്ക് രൂപമേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ की आत्मा स्वतंत्र है, इस पंक्ति से क्या अभिप्राय है, മനുഷ്യൻ്റെ ആത്മാവ് സ്വതന്ത്രമാണ് എന്ന വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ബന്ധൻ വ്യക്തിക്ക് വികാസ് റോക്തേ ഹേ, എല്ലാ ബന്ധത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ് പാഠ് के अनुसार बंधन से मुक्ति का स्वरूप कैसे होना चाहिए, ഈ പാഠത്തിൽ അടിസ്ഥാനമാക്കി ബന്ധത്തിനുള്ള മോചനം എന്ത് രൂപമാണ്. എല്ലാവുമാണ് സാമാജിക പാരിവാരികമാണിതായ ഹൃദയക്ക് മുക്തി, അംഗ്രേസ് ശാസന से मुक्ति, और മാനവീയ, ഇതൊക്കെയാണ് ബന്ധൻ से മുക്തിയാവാനുള്ള, എങ്ങനെയാണ് ഒരു ബന്ധത്തിൽ നിന്ന് മുക്തിയാവുന്നത്, അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. പാഠാങ്ക് പ്രശ്നം അതിൽ ലഘുതരീയ പ്രശ്നം, ഒറ്റവാക്യ ഉത്തരം എഴുതുക. ഇസ് പാഠ് के साहित्य के किस विधा के अंतर्गत रखा जाना चाहिए, स्पष्ट कीजिए. ഈ സാഹിത്യ വിഭാഗത്തിന് കീഴിലാണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. സാഹിത്യ യഹേക്ക് സംസ്മരണാത്മക ഓർമ്മക്കുറിപ്പാണ്. സുഭദ്രകുമാരിക്കോ മഹാദേവി വർമ്മയ്ക്ക് കവിതകളും കിസ് വിഷയക്ക് കാമ്യേ മിലി, മഹാദേവിയുടെ കവിതകൾ സുഭദ്രകുമാരി ഏത് വിഷയത്തിൻ്റെ ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്, പതുക്കെ സാത്യ എന്ന് പറയുന്ന ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. സുഭദ്രകുമാരി ചൗഹാൻ കെ പ്രതി കാ നാം ക്യാ താ, പതി കാ നാം ക്യാ താ, എന്താണ് ഭർത്താവിൻ്റെ പേര് സുഭദ്രകുമാരിയുടെ, ഠാക്കൂർ ലക്ഷ്മണൻ സിംഗ്.
लेखिका सुभद्रा कुमारी का वर्णन वीर गीतों की कवयित्री के रूप में क्यों नहीं करना चाहती? എന്തുകൊണ്ടാണ് സുഭദ്രകുമാരിയെ വീരഗാനങ്ങളുടെ കവയത്രി എന്ന് വിശേഷിപ്പിക്കാൻ എഴുത്തുകാരി ആഗ്രഹിക്കുന്നത്? ആൻസർ, വേ രാഷ്ട്രീയ ചേതന की एक സജഗ് കവയത്രി. രാഷ്ട്രീയ ഭാവനകൾ കൂടുതലായ ചേതനകൾ എഴുതുന്ന കവിയാണ്. അതുകൊണ്ട് തന്നെയാണ് വർണ്ണൻ വീരഗീതങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. सुभद्रा कुमारी और लेखिका के आत्मीय संबंध को आप किस शब्द से പാരിഭാഷിക് करना चाहते हैं? സുഭദ്രകുമാരിയും എഴുത്തുകാരും തമ്മിലുള്ള ആത്മബന്ധം ഏതു വാക്കിൽ നിർവചിക്കാനാണ് ആഗ്രഹിക്കുന്നത്? സ്പഷ്ട രൂപ സെ കഹാ ജാ സക്തേ കി യഹ് ദോ ഔറത്തോं की മിത്രത. രണ്ട് സ്ത്രീകളും തമ്മിലുള്ള മിത്രത അല്ലെങ്കിൽ സൗഹൃദത്തെയാണ് ഇതിൽ കാണിക്കുന്നത്. उत्तरीय प्रश्न ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക. सुभद्रा कुमारी चौहान के व्यक्तित्व की किन विशेषताओं की तरफ लेखिका ने ध्यान आकर्षित किया है? എന്ത് വ്യക്തിത്വത്തിലാണ് സുഭദ്രകുമാരി ആകർഷിക്കപ്പെട്ടത്? രചയിതാവിൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് സുഭദ്രകുമാരി ചൗഹാനെ अपने काव्य के माध्यम से അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ മാധ്യമം കൊണ്ട് अपने राष्ट्रप्रेम की अभिव्यक्ति से രാഷ്ട്രത്തിനോടുള്ള സ്നേഹം കൊണ്ട് और उनके कोमल और उदार व्यक्तित्व के लेखिका ने ध्यान. കോമളവും ഉദാര വ്യക്തിത്വം, മറ്റുള്ളവരെ സഹായിക്കാമെന്നുള്ള മനോഭാവം കൊണ്ടാണ് ലേഖികാനെ മഹാദേവി വർമ്മ ഇഷ്ടപ്പെട്ടത്. सुभद्रा कुमारी मरने के बाद समाज का अंग क्यों बने रहने चाहती है? എന്തുകൊണ്ടാണ് സുഭദ്രകുമാരി മരണശേഷം സമൂഹത്തിൻ്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നത്? സുഭദ്ര ബോലി മേരെ मन में तो मारने के बाद മരിച്ചതിന് ശേഷം ധർത്തി ചോട്ട്നെ की कल्पना नहीं है. എനിക്ക് ഭൂമി വിട്ടു പോകുന്നതിന് എന്താണ് വിഷമമുണ്ട്. मैं चाहती मेरी एक समाधि हो. എനിക്ക് എന്ത് വേണം? ഒരു സമാധി വേണം, ശവകുടീരം ഉണ്ടാക്കണം. ചാരോണു നിത്യമേൽ ലഗാത്തെ രംഗ. അവിടെ നിന്നാണ് 4 പേര് ചുറ്റിനും നൃത്യം കളിക്കുന്ന മേളകളും വേണം. ബച്ച കേൾത്തെ സ്ത്രീയും ഗാത്തി രഹി. അതുപോലെ കുട്ടികൾ കളിക്കുകയും സ്ത്രീകൾ പാട്ട് പാടുകയും ഓർ കോലാഹൽ ഹോത്തെ രഹി. അവിടെ കോലാഹലം സൃഷ്ടിക്കണം. അബ് ബത്താവോ സുംഹാരി നാംധാൻ രഹിത് ലഹസി ആനന്ദ് അച്ഛ ഹോയാണ്. ആണ് ചേരി തരംഗം സൃഷ്ടിക്കാനാണ്. അതിലാണ് പേരില്ലാത്ത അരങ്ങത്തേക്കാൾ മികച്ചതാണോ അല്ലയോ എന്ന് എന്നോട് പറയുകയും വേണം എന്നാണ് ആര് പറയുന്നത്? സുഭദ്രകുമാരി പറയുന്നത്. ജയിൽ ജീവൻ ഓർ ഗൃഹസ്ഥി के बीच സുഭദ്രകുമാരി को क्यों संतुलन साधना पड़ा? എന്തുകൊണ്ടാണ് സുഭദ്രകുമാരിക്ക് ജയിൽ ജീവിതവും കുടുംബജീവിതവും തമ്മിൽ തുല്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞത്? वे जिस सहजता से देश की पहाड़ी श्री सत्याग्रही बनकर जेल जा सकती है. സത്യാഗ്രഹത്തിൽ എങ്ങനെ പോയി സ്ത്രീ എന്താണ് പഹിയാറിൽ നിന്ന് जेलगപ്പെട്ടു. उसी तरह अपने घर में बाल बच्चों में और गृहस्थी को छोटे मोटे काम भी सभी रहना सकती हैं. അതുപോലെ തന്നെ ബാൽ ബച്ചോമേയും കുട്ടിക്കാലത്തിലെ ഒരു ഗൃഹസ്ഥിക്ക് ചോട്ടെ മോട്ടെ കാമോമേ ഗൃഹസ്ഥിയായതിനു ശേഷം ചെറിയ ജോലികളിൽ സബി രഹസ്യത്തെ സുഭദ്രകുമാരി അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. മാനസിക ധൈര്യം ഓർ ദൃഢനിശ്ചയിക്ക് ഇതോടെ സന്തുലൻ സാധിക്കാമെന്ന് സഫലം പോയി. അതിനെ തന്നെ മാനസികമായ ധൈര്യവും ദൃഢനിശ്ചയവും വേറെ സന്തുലൻ എല്ലാത്തിലും സന്തുലനമായ രീതിയിൽ ഒരേപോലെ ജീവിക്കാനായിട്ട് അവൾ പഠിച്ചു എന്നാണ് സഫലമാകാനായിട്ട് വിജയിക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഗണിതയ്ക്ക് കോമ്പിയമേ കവിത ലിഖിനിക്കോ ലേഖികാനെ ആശ്മയ് അപരാധ് ക്യോ മാനാ ഹെ. കണക്കിൻ്റെ നോട്ട് ബുക്കിൽ കവിത എഴുതുന്നത് പൊറുക്കാനാവാത്ത കുറ്റമായിട്ട് ഗ്രന്ഥകാരൻ കരുതിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. लेखिका ने स्पष्ट लगाई कि उस समय गणित जैसे विषय में मन लगाने की अपेक्षा कविता लिखने को कितना मूर्खतापूर्ण काम समझते हैं. ലേഖിക സ്പഷ്ടമാക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ सुभद्रा कुमारी चौहान देश की स्वतंत्रता का अर्थ केवल अंग्रेजों की गुलामी से मुक्ति नहीं. സ്വതന്ത്ര എന്ന് പറയുന്നത് അംഗ്രേസികളുടെ അടിമത്തത്തിൽ നിന്ന് മുക്തമാവുക മാത്രമല്ല, अवध देश के अंदर प्रचलित अनेक बुराइयों की जातिवाद, ऊंच नीच का भेदभाव, धार्मिक वैमनस्य इत्यादि से मुक्ति थी. ഇത് പറയുന്ന ജാതിവാദങ്ങൾ, ചെറുതും ചെറിയവരും വലുതുമായിട്ടുള്ള ചിന്തകൾ, ഭേദങ്ങൾ തിരിക്കുന്നുണ്ടല്ലോ.
ധാർമ്മികമായിട്ടുള്ള വൈമനസ്യത, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മുക്തമാവുക എന്നതാണ് എന്നു പറയുന്നത് മുക്തി എന്ന് പറയുന്നത്, അടിമത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത്. തബി സഹി മായനോമെ വ്യക്തി और देश स्वतंत्र कहा जाता है. ഇതിൽ നിന്നും മുക്തമായവരെയാണ് എന്ത് പറയുന്നത്, വ്യക്തി और देश. ഇതിൽ നിന്നൊക്കെ മുക്തമായാൽ വ്യക്തിയും ദേശവും സ്വതന്ത്രമാണെന്ന് പറയാം. ഗാന്ധിജിക്ക് अस्तित्व सर्जन के बाद संयोजित सभा में जब कई 100 हरिजन महिलाओं को शामिल होने के लिए मौका नहीं दिया गया तो उन्होंने इस अन्याय के विरुद्ध में अपने साथियों के विरुद्ध संघर्ष छोड़ दिया और स्वयं तब उस सभा में सम्मिलित हुई. इत्यादि बातों को देखकर सुब्रह्मण्य की वेदना और पीड़ा हुई എന്നാണ്. അസ്തിത്വ വിസർജൻ എന്ന് പറയുന്ന അതിനുശേഷം സംയോജിത സഭയിൽ ഒരു 100 ഹരിജൻ മഹിളകൾക്ക് എന്ത് കൊടുത്തു, അവരതിലേക്ക് ഇന്നലെ പങ്കെടുപ്പിക്കാനായിട്ട് അവസരം കൊടുത്തില്ല എന്ന് പറയുന്നു. ഈ അന്യായത്തിന് വിരുദ്ധമായിട്ട് സാത്വിക വിരുദ്ധ അവരുടെ കൂട്ടുകാരികളെല്ലാവരുമായിട്ട് സംഘർഷം ചെയ്യാനായിട്ട് പോയി. സ്വയം തബോ സഭാമേ സമ്മിളിത ഹുയി ഇത്യാദി ബാത്തുങ്കതൊക്കെ സുബ്രഹ്മണ്യ വേദന ഒരു പീഡാവും. ഇതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സമ്മേളനങ്ങൾ പ്രകടിപ്പിക്കുകയും ബാക്കിയുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് വേദന ആർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, സുബ്രഹ്മണ്യക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ദീർഘോത്തരീയ പ്രശ്നമാണ് വിശകലനം ചെയ്തത്. ലേഖിക ക്യോ നഹീ ചാഹത്തി ഹി ഉൻകെ ദ്വാര കവിത ലിഖനെ കെ ബാദ് സബ്കോ പത്താച്ചലി. എന്തുകൊണ്ടാണ് അവർ കവിത എഴുതുന്നതിനെക്കുറിച്ച് എല്ലാവരും അറിയണമെന്ന് രചയിതാവ് ആഗ്രഹിക്കാത്തത്? ഉസ് സമയം സുബ്രഹ്മണ്യ കവിത ലിഖനയ്ക്ക് ആരംഭിച്ചുക്കിയത് മഹാദേവ് തുക് മിലാത്തി. സുബ്രഹ്മണ്യ കവിതകൾ ആരംഭിച്ചുണ്ടായിരുന്നുള്ളൂ. മഹാദേവ് പ്രാസത്തിൽ കലർത്തിയാണ് കവിത എഴുതുന്നത്. മഹാദേവാണ് പ്രാസങ്ങൾ, തുക്ക് എന്ന് പറയുന്നത് പ്രാസങ്ങളാണ്, അതൊക്കെ കലർത്തിയിട്ടാണ് കവിത എഴുതുന്നത്. സുബ്രഹ്മണ്യ ഗഡി बोली में लिखकर देखकर महादेवी को उस भाषा का भी तत्सम भाषा का प्रयोग करने के बताया. സുബ്രഹ്മണ്യ ഗഡി ബോലിമേ ലിഖനെ ദേഖക്കർ, ഗഡി ബോയിൽ എഴുതുന്നത് കണ്ടുകൊണ്ട് മഹാദേവിക്ക് ഉസ് ഭാഷ കാ ഭി തത്സം ഭാഷ കാ പ്രयोग करने को बताया. മഹാദേവിയോട് തത്സം ഭാഷ ഉപയോഗിക്കണമെന്ന് പറയുകയുണ്ടായി. സുബ്രഹ്മണ്യ ബാഹ്യ രൂപ और आंतरिक गुणों की चर्चा की. ബാഹ്യ ഗുണങ്ങളും ആന്തരിക ഗുണങ്ങളും. ബാഹ്യ ഗുണങ്ങൾ മൂച്ചുൽ കद, ദഹിഷ്ടി, ഗോൽമുഖ്, ചോട്ടാ മാതാ, सरल कुटिया, बड़ी और भावस्य आंखें, दृढ़ता सूचक गुंडी. आंतरिक विशेषण निश्चल, कोमल और उदार व्यक्तित्व, लक्ष्य के प्रति दृढ़ निश्चय और अंगिक. स्वतंत्रता सेनानी, मानकों समय रखने वाली, ममतामयी और स्नेहित, विद्रोही और कर्तव्यशील, हीन ഗ്രന്ഥി से मुक्त, സ്വതന്ത്ര വ്യക്തിത്വം. ഇതൊക്കെയാണ് എന്നു പറയുന്നത് ബാഹ്യ ഗുണങ്ങളും ആന്തരിക ഗുണങ്ങളും. അടിയിൽ മലയാളമുണ്ട്. स्वतंत्र आंदोलन में सुब्रह्मण्य चौहान ने अपने व्यक्तिगत आकांक्षाओं को स्थान पर जनसामान्य की भावना को सम्मान किया. इस कदम के परिप्रेक्ष्य में विचार प्रस्तुत कीजिए. സ്വതന്ത്ര സമരത്തിൽ സുബ്രഹ്മണ്യ ചൗഹാൻ തൻ്റെ വ്യക്തിപരമായ അഭിലാഷങ്ങൾക്ക് പകരം സാധാരണക്കാരുടെ വികാരങ്ങളെ മാനിച്ചു. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. उन्होंने खुली आंखों से देश स्वतंत्रता को सपने देखते हैं. എന്താ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് സുബ്രഹ്മണ്യ. മുസ്ലിംസ്ക്ക് വലിയ അതിനുവേണ്ടി സംഘർഷം ചെയ്ത് പോരാടുക ചെയ്തു. उनके ये देश की स्वतंत्रता का केवल अंग्रेजों की गुलामी से मुक्ति नहीं, अब देश के अंदर प्रचलित उनकी बुराइयों जैसे जातिवाद, उलझन, के भेदभाव, धार्मिക വൈമനസ്യ ഇത്യാദി से മുക്തി. എന്നുവെച്ചാൽ ദേശത്തിലുണ്ടാകുന്ന തെറ്റുകൾ, ജാതികളുമായിട്ടുള്ള ജാതിപരമായ വ്യത്യാസങ്ങൾ, ചെറുതും വലിയവരുമുള്ള ഭേദഭാവം, ധാർമ്മികമായിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ, ഇതൊക്കെ മുക്തമാണ് എന്ന് പറയുന്നത്. അടിമത്തത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു. അത് അഗ്രേസികളുടെ മുക്തി മാത്രമല്ല, ഇതിൽ നിന്നൊക്കെ മുക്തി വേണമെന്നാണ് പറയുന്നത്. തബി സഹി മായനോക്ക് വ്യക്തി और देश स्वतंत्र कहा जाता है. ഇതിൽ നിന്നൊക്കെ മുക്തമാണെങ്കിൽ മാത്രമേ ദേശവും വ്യക്തിയും സ്വതന്ത്രമാണെന്ന് പറയുകയുള്ളൂ. ഗാന്ധിജിക്ക്
अस्थि विसर्जन के बाद संयोजित सभा के जब कोई 100 हरिजन महिलाओं को शामिल होने के लिए मौका नहीं दिया गया तो उन्होंने इस अन्याय के विरुद्ध में अपने साथियों के विरुद्ध ही संघर्ष छोड़ दिया और स्वयं तक उस सभा की सम्मिलित हुई जब उनकी महिलाओं के उनका दिला सखी. അല്ലെന്താ അവർ തമ്മിലുള്ള ഈ ഗാന്ധിയുടെ അസ്ഥി വിസർജനം എന്ന് പറയുന്ന സമ്മേളനത്തിന് ശേഷം നൂറുകണക്കിന് ഹരിജനങ്ങളായിട്ടുള്ള മഹിളകൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള അവസരം നൽകിയില്ല. അതുകൊണ്ട് തന്നെ അന്യായ വിരുദ്ധമെന്ന് കണ്ടുകൊണ്ട് സുഹൃത്തുക്കളുടെ കൂടെ സംഘർഷത്തിന് ഇറങ്ങുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ അവരുടെ അവകാശങ്ങൾ നൽകി തങ്ങളുടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുകയും ലാസ്റ്റ് എന്താണ് സ്ത്രീകൾക്ക് അവരുടെ അവകാശം നൽകി അതിലൂടെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇതാണ് सुभद्रा कुमारी चौहान ചെയ്തത്. सुभद्रा कुमारी चौहान ने सार्वजनिक जीवन के बंधनों के सदैव विरोध किया. ഈ സത്യ का മൂല്യാങ്കൻ कीजिए. सुभद्रा कुमारी എപ്പോഴും പൊതുജീവിതത്തിൻ്റെ പരിമിതികളെ എതിർത്തിരുന്ന വ്യക്തിയായിരുന്നു. ഈ വസ്തുതയെ വിലയിരുത്തുക എന്നാണ് പറഞ്ഞത്. സ്വതന്ത്രത നഹി സ്വരാജ് ചാഹത്തി. സ്വതന്ത്രമല്ല സ്വരാജ്യമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. परंपरा नहीं धनुशासन चाहती है. त्रुटियों बंधनों से मुक्त होकर वह स्वनियंत्रण में रहना चाहती है. सुभद्रा जी की सभी कहानियों को हम एक तरह से सत्याग्रही कहानियाँ कह सकते हैं. എന്നാൽ അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം എന്ത് ചെയ്യണം, അച്ചടക്കത്തോടെ പരിമിതിയിൽ നിന്നും മോചനം നേടുകയും ആത്മനിയന്ത്രണത്തിൽ നിന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എല്ലാതും സ്വയം ചെയ്യണമെന്നുള്ള രീതിയിലാണ് സുഭദ്രകുമാരി ആഗ്രഹിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സുഭദ്രകുമാരിയുടെ കഥകൾ നമുക്ക് സത്യാഗ്രഹ കഥകളെന്ന് വിളിക്കാവുന്നതാണ്. इस पाठ की भाषागत विशेषताओं की प्रकाश डालिए. इस संरचनात्मक रेखा चित्र में आम बोलचाल की സാഹിത്യ ഭാഷ का प्रयोग किया. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. एक सरल साहित्य हिंदी भाषा में जिसमें बालजाल में प्रचलित अनेक भाषाओं के शब्द का प्रयोग किया है. सरल സാഹിത്യ ഹിന്ദി ഭാഷയും ബോൾചാൽമേ പ്രചലിത് എല്ലാവരും സംസാരിക്കുന്ന ഭാഷ പ്രചരിപ്പിക്കുന്ന ഭാഷയും ആ പ്രചരിപ്പിക്കുന്ന ഭാഷയുടെ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയാണ് അതിൽ പ്രചരിപ്പിക്കുന്ന ശബ്ദങ്ങളുടെ പ്രയോഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. इसमें तत्सम भाषा का प्रयोग किया है. तत्सम ഭാഷയുടെ പ്രയോഗം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാഹമയത സംസ്ഥാനാത്മക രേഖാചിത്ര के एक अन्य विशेषता है. പ്രവാഹമയത സംസ്ഥാനാത്മക ഈ ഓർമ്മക്കുറിപ്പായിട്ടുള്ള രേഖാചിത്രത്തിൻ്റെ ഒരു വിശേഷതയാണെന്ന് പറയുന്നു. इस पाठ में तद्भव के साथ विदेशी भाषा के अनेक शब्दों का प्रयोग किया गया है. തദ്ഭവ ഭാഷയെ കൂടാതെ തത്സം ശബ്ദം ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. തദ്ഭവ ഭാഷ കൂടാതെ വിദേശി ഭാഷകളും ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. ഇതാണ് സുഭദ്രകുമാരിയുടെ 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ.